കിൻഡർ ഗാർഡൻ സ്കൂളുകള് പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. മാതാപിതാക്കളുടെ കടമയാണ്, മൗലിക കടമയാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. കോത്താരി കമ്മീഷന്റെ ഒരു ശുപാർശയായിരുന്നു 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. ഞാനിന്ന് വന്നിട്ടുള്ളത് പ്രീ പ്രൈമറി ടീച്ചർ എക്സാമിന്റെ PYQ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, പ്രീ പ്രൈമറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറയുന്നത്. 2020 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഇപ്പോ NEP വന്നു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിലവിൽ വന്നു നമുക്കറിയാം. അത് പ്രകാരം 10+2 എന്നുള്ള +2 ആണ് നമുക്ക് അടിസ്ഥാന യോഗ്യത. ആ യോഗ്യത ഇല്ലാത്ത നിലവിൽ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന, നിലവിൽ പ്രീ പ്രൈമറി സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് ഏത് കോഴ്സ് നൽകാനാണ് NEP നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ്, 1 വർഷ ഡിപ്ലോമ കോഴ്സ്, 2 വർഷ ഡിപ്ലോമ കോഴ്സ്, 1 വർഷ സർട്ടിഫിക്കറ്റ് കോഴ്സ്. അപ്പം വിദ്യാഭ്യാസ നയം 2020 പ്രകാരം 10+2 ആണ് അടിസ്ഥാന യോഗ്യത. അതായത് പ്രീ പ്രൈമറി അധ്യാപകരാവാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10+2 അല്ലെങ്കിൽ +2 ആണ്. അപ്പൊ അതില്ലാതെ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഏത് കോഴ്സ് നൽകാനാണ് NEP നിർദ്ദേശിച്ചിട്ടുള്ളത്? ഏത് കോഴ്സാണ്? 1 വർഷ ഡിപ്ലോമ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം, NEP വന്ന ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്ന ഒരു ഇതാണ്. NEP പ്രകാരം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അത് പ്രകാരം അടിസ്ഥാന യോഗ്യത 10+2 എന്ന അടിസ്ഥാന യോഗ്യത ഇല്ലാത്ത നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ്, ഏത് കോഴ്സാണ് അവർ ചെയ്യേണ്ടത്? 1 വർഷ ഡിപ്ലോമ കോഴ്സാണ്. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. കേരള സംസ്ഥാന സർക്കാരിന്റെ ഏതു ഭാഗത്തിന് കീഴിലാണ് കിൻഡർ ഗാർഡൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത്? ഓപ്ഷൻ എ വനിതാ ശിശു വികസന വകുപ്പ്, സാമൂഹ്യ നീതി വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കേരള സംസ്ഥാന സർക്കാരിന്റെ, നമുക്കറിയാം കിൻഡർ ഗാർഡൻ വിദ്യാലയങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. കിൻഡർ ഗാർഡൻ വിദ്യാലയങ്ങളുണ്ട്. അവ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഏത് വിഭാഗത്തിന്റെ കീഴിൽ വരുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ സാമൂഹ്യ നീതി വകുപ്പ്. മൂന്നാമത്തെ ഓപ്ഷൻ പട്ടികവർഗ വികസന വകുപ്പ്. ദെൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കിൻഡർ ഗാർഡൻ ആണ്. ആ കിൻഡർ ഗാർഡൻ സ്കൂളുകള് പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. നമുക്കറിയാം, നമ്മളുടെ സിലബസിനകത്ത് പ്രീ പ്രൈമറിയുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ്, അതുപോലെ തന്നെ സൈക്കോളജി, ഫിലോസഫിയുടെ കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ തന്നെ സയൻസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പം ഇത് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപികമാർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക് ഏതാണ്? കളിപ്പാട്ടം, കളിത്തോണി, അങ്കണത്തൈമാവ്, പ്രീ സ്കൂൾ കരിക്കുലം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളില് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പ്രീ സ്കൂളുകളുണ്ട്. അങ്ങനത്തെ സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തില്, ആ സ്കൂളുകളിലെ അധ്യാപികമാർക്കായിട്ട് പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഇതിനെയാണ് നമ്മൾ സോഴ്സ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കളിപ്പാട്ടം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ അംഗീകരിച്ച പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപികമാർക്കായിട്ട് പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക് ഏതാണെന്നാണ് ചോദ്യം. കളിപ്പാട്ടം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 1986 ഏപ്രിൽ 1, 1991 ഏപ്രിൽ 1, 2009 ഏപ്രിൽ 1, 2010
April 1. ഇത് വിദ്യാഭ്യാസ അവകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ നമുക്കറിയാം, വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ്. അതായത് ആ ഒരു ഏജിനകത്ത് വരുന്ന കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ്, ഒപ്പം നിർബന്ധിതം. അതായത് മാതാപിതാക്കളുടെ കടമയാണ്, മൗലിക കടമയാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. അങ്ങനെയുള്ള ഈ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? വർഷവും വേണം, തീയതിയും വേണം. ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2010 April 1. അപ്പൊ ഈ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഓരോ കുട്ടിയുടെയും മൗലിക അവകാശങ്ങളിൽ പെടുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ആ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2010 April 1. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഏത് കമ്മീഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ. നമുക്കറിയാം, സ്വതന്ത്ര ഇന്ത്യയിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപും അതിനുശേഷവും വിദ്യാഭ്യാസ കമ്മീഷനുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ വിദ്യാഭ്യാസ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ മേഖലയിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയായിരിക്കണം അവിടെയുള്ള വിദ്യാഭ്യാസം ഉണ്ടാവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വിദ്യാഭ്യാസ കമ്മീഷനുകൾ പറയുന്നത്. അപ്പോ സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്നത്. കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതില് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി, അതായത് നമുക്കറിയാം 10ാം ക്ലാസ് വരെ, അതിനുശേഷം 2 വർഷം +2 അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നത് പ്രീ ഡിഗ്രി, അതിനുശേഷം 3 വർഷത്തെ ഗ്രാജുവേഷൻ കോഴ്സ്. ആ ഒരു പാറ്റേണിലെ വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്ന കമ്മീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കോത്താരി കമ്മീഷന്റെ ഒരു ശുപാർശയായിരുന്നു 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. ഓരോ വിദ്യാഭ്യാസ കമ്മീഷനും മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ സിലബസിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് വിദ്യാഭ്യാസ കമ്മീഷൻ. എല്ലാ കമ്മീഷനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്? 21ാം വകുപ്പ്, 28ാം വകുപ്പ്, 45ാം വകുപ്പ്, 46ാം വകുപ്പ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസം കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ 21ാം വകുപ്പാണ്. സെക്കൻഡ് ഓപ്ഷൻ 28ാം വകുപ്പാണ്. മൂന്നാമത്തെ ഓപ്ഷൻ 45ാം വകുപ്പ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 46ാം വകുപ്പ്. അപ്പോ ഇവിടെ ഏത് വകുപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 21 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് പെട്ടെന്ന് ചാടിക്കേറി ആൻസർ ചെയ്യരുത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, ഈ സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് 21A. നമ്മളോട് വകുപ്പ് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ വകുപ്പിലാണ് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വകുപ്പ്? 45ാം വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 45ാം വകുപ്പാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഭരണഘടനയിലെ 42ാം ഭേദഗതി വരുന്നതിന് മുൻപ് വിദ്യാഭ്യാസം ഏത് ഏജൻസി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു? കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ, സവിശേഷ ഏജൻസി. ഭരണഘടനയിലെ നമുക്കറിയാം ഭേദഗതികൾ വരുത്താറുണ്ട് അല്ലെ? അപ്പൊ ആ ഭേദഗതികളിൽ 42ാം ഭേദഗതി വരുന്നതിന് മുൻപ് വിദ്യാഭ്യാസം ആരാണ് കൈകാര്യം ചെയ്തിരുന്നത്? നമുക്കറിയാം കേന്ദ്ര സർക്കാരുണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്. രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന കുറെ വിഷയങ്ങളുണ്ട് അല്ലെ? രണ്ട് സർക്കാരും കൂടെ ഒരുമിച്ച് എന്താ പറയാ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ട്. അപ്പൊ ഈ 42ാമത്തെ ഭേദഗതി വരുന്നതിന് മുൻപ് വിദ്യാഭ്യാസം ഏത് ഏജൻസി ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സംസ്ഥാന സർക്കാരാണ്. ഈ 42ാം ഭേദഗതി വരുന്നതിന് മുൻപത്തെ കാര്യമാണ് പറയുന്നത്. 42ാം ഭേദഗതി വരുന്നതിന് മുൻപ് വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്തിരുന്നത് അതാത് സംസ്ഥാനത്തെ സർക്കാരുകളായിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സംസ്ഥാന സർക്കാരാണ്. നെക്സ്റ്റിലോട്ട് പോവാം. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്?
നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. വ്യവഹാരവാദം നമുക്ക് അറിയുന്ന കാര്യമാണ്, സൈക്കോളജിയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വ്യവഹാരവാദം എന്ന് കണ്ടിട്ട് നമുക്ക് എല്ലാം അറിയുന്നതാണെന്നുള്ള കോൺഫിഡൻസോട് കൂടി തെറ്റിക്കരുത്. ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. അതായത് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫല നിയമം, സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം. നമ്മള് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പഠന നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന്. ഏതാണ്? ഫല നിയമം, അത് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദെൻ സന്നദ്ധതാ നിയമം, അതായത് ഒരു കുട്ടി പഠിക്കണമെങ്കിൽ ആ കുട്ടി ആ പഠനത്തിന് വേണ്ടി തയ്യാറായിരിക്കണം, അല്ലെ? ലോ ഓഫ് റെഡിനെസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ദെൻ കായിക നിയമം, അഭ്യാസ നിയമം. ഇത് ഫല നിയമത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോ ഓഫ് എഫക്റ്റ് ആണ്. സന്നദ്ധ നിയമം ലോ ഓഫ് റെഡിനെസ്. ദെൻ അഭ്യാസ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് എക്സസൈസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ്. നമുക്ക് വേണ്ടത് മലയാളം തന്നെയാണ്. അപ്പൊ ഈ വ്യവഹാരവുമായി ബന്ധപ്പെട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫല നിയമം വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സന്നദ്ധതാ നിയമം വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അഭ്യാസ നിയമവും വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതാണ് വ്യവഹാരവാദവുമായി ബന്ധമില്ലാത്തത്? ഈ കായിക നിയമം എന്നൊരു നിയമം നമ്മൾ എവിടെ പഠിച്ചിട്ടില്ല, വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടില്ല. സോ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി ആണ്. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, കായിക നിയമം. നെക്സ്റ്റിലോട്ട് പോവാം. ന്യൂമോണിയ ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? നമുക്കറിയാം കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന ഒരു രോഗമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇത് നമ്മളെ രോഗവും രോഗകാരികളും എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് സിലബസിൽ വരുന്നുണ്ട്. ആ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ന്യൂമോണിയ ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? ആമാശയം, കുടൽ, വൃക്ക, ശ്വാസകോശം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, ജനറൽ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിന് വരുന്ന അണുബാധയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാണ്? ശ്വാസകോശം. രോഗവും രോഗകാരികളും എന്നുള്ള പാർട്ട് നമ്മുടെ സിലബസിൽ വരുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. സ്കൂളുകളിൽ കരുതേണ്ട പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്തത് ഏത്? നമുക്കറിയാം സ്കൂളുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ കിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്തത് ഏത്? ഇവിടെയും ചോദ്യം നന്നായി വായിക്കണം. നമ്മളുടെ ആ ഒരു എക്സാം സമയത്ത് ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ടെൻഷനും കൊണ്ട് നമ്മൾ ഈ പാടില്ലാത്തത് എന്ന് കേൾക്കില്ല. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, തെറ്റായ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോ നമ്മൾ ആദ്യം ആ ഇത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പാടില്ലാത്തത് ഏത്? സ്കൂളിൽ കരുതേണ്ട പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ഡെറ്റോള്, ആന്റിബയോട്ടിക് മരുന്നുകൾ, പഞ്ഞി, ആന്റിസെപ്റ്റിക് ക്രീം. ഇപ്പൊ ഡെറ്റോൾ എന്ന് പറയുന്ന കുട്ടികളാവുമ്പോൾ വീഴാനും മുറിവ് പറ്റാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്താണ് ഡെറ്റോള് യൂസ് ചെയ്യാൻ പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് എന്ത്? ഡെറ്റോൾ എന്ന് പറയുന്നത്. ദെൻ ആന്റിബയോട്ടിക് മരുന്നുകൾ. ആന്റിബയോട്ടിക് മരുന്നുകൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ പഞ്ഞി. മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനൊക്കെ വേണ്ടി നമ്മൾ കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിക്കും. അതെന്തിൽ വേണ്ടതാണ്? പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ആന്റിസെപ്റ്റിക് ക്രീമുകൾ. മുറിവിലൊക്കെ പുരട്ടാൻ ഉപയോഗിക്കുന്ന ആന്റിസെപ്റ്റിക് ക്രീമുകളും അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, ആന്റിബയോട്ടിക് മരുന്നുകൾ. സ്കൂളിൽ കരുതേണ്ട പ്രഥമ ശുശ്രൂഷ കിറ്റ് അഥവാ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആന്റിബയോട്ടിക് മരുന്നുകളാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2020 നടന്ന പ്രീ പ്രൈമറി എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ഓഗസ്റ്റിൽ എക്സാം പ്രതീക്ഷിക്കാം. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. CCയിൽ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി വർക്കൗട്ടുകൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റി, മെന്റർ സപ്പോർട്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകളാണ്. ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. വീണ്ടും
മറ്റു വീഡിയോകളുമായി കാണാം. താങ്ക്